പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതിനിടെ 9 ഇനം സാധനങ്ങളുടെ വില സപ്ലൈകോയും ഉയർത്തി. സബ്സിഡിയില്ലാത്ത ഇനങ്ങൾക്കാണ് 20 മുതൽ 30% വരെ വില വർധന. പരിപ്പ്, ഉഴുന്നു തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയരുന്നതിനിടെയാണ് ജനത്തിന് ഇരുട്ടടി നൽകി സപ്ലൈകോയും വില വർദ്ധിപ്പിച്ചത്. പയറ്, പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ, പഞ്ചസാര തുടങ്ങി 9 ഇനങ്ങൾക്കാണ് 20 മുതൽ 30% വരെ വില വർധന. സബ്സിഡി ഇല്ലാത്ത ഇനങ്ങൾക്കാണ് വില വർധന ഏർപ്പെടുത്തിയിരിക്കുന്നത്. സബ്സിഡി ഇനത്തിൽ നൽകിയിരുന്ന നിത്യോപയോഗ സാധനങ്ങൾ 500 ഗ്രാം വീതം 2 ഘട്ടങ്ങളിലായി നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുമെന്ന് മുന്നിൽ കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനം മാറ്റി. സബ്സിഡി ഇനങ്ങളോടൊപ്പം ഉപഭോക്താക്കൾ വാങ്ങുന്ന ഇനങ്ങൾക്കാണ് വില കുത്തനെ കൂട്ടിയിരിക്കുന്നത്. സാമഗ്രികളുടെ വില വൻതോതിൽ കുതിച്ചുയരുകയും സർക്കാർ സബ്സിഡി സമയബന്ധിതമായി കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റു മാർഗമില്ലെന്നാണ് സപ്ലൈകോ വ്യക്തമാക്കുന്നത്. വിലക്കയറ്റം പൊതുവിപണിയെയും കാര്യമായി ബാധിക്കുന്നതായി വ്യാപാരികളും പറയുന്നു. അപ്പോൾ അതിവിടെ സാധനം ഉള്ളതുകൊണ്ട് അത് തീരുന്നവരെ അങ്ങനെ പോകും. പിന്നെ ചിലവ് ശരിക്കും 10% ആയിപ്പോയി, കുറഞ്ഞു പോയി. തോരപ്പരിപ്പിന്, ഉഴുന്നിന് 50% ആയി. പപ്പടം, മാവ് വ്യാപാരം എന്നിവ ഏതാണ്ട് പൂർണ്ണ സ്തംഭനത്തിലേക്കാണ് സംസ്ഥാനത്ത് നീങ്ങുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.